ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ ചെയ്യുന്നത് ഈ പേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4.5 mm ക്രോഷ്യറ്റ് ഹുക്കും ഒരു യെല്ലോ കളറ് യാണുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ യാൺ എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ മാജിക് റിംഗ് ആണ് ചെയ്യുന്നത്. മാജിക് റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ 2 ചെയിനാണ് ഇട്ട് കൊടുക്കുക. ചെയിൻ 1 ആൻഡ് ചെയിൻ 2. അതിനുശേഷം നമ്മൾ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്ത് ടോട്ടൽ 12 ഡബിൾ ക്രോഷ്യ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ക്രോഷ്യറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി ഇപ്പോൾ പേഴ്സ് ആയാലും ബാഗായാലും സ്വന്തമായി ആവശ്യത്തിന് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു വരുമാന മാർഗമായി കാണാനും പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഈ ക്രോഷ്യറ്റ് വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനോടൊരു താല്പര്യമുണ്ടെങ്കിൽ ആർക്കും വീട്ടിലിരുന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ക്രോഷ്യറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഇതിൽ ടോട്ടൽ 12 ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ സെൻട്രൽ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പേഴ്സ് ചെയ്യുന്ന ഫുൾ വീഡിയോ ഞാൻ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ലോങ് വീഡിയോ ആയി പോകും. എൻ്റെ വീഡിയോസിൽ ഞാൻ കമൻസിൽ കണ്ടിരുന്നു ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ പോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്രോഷ്യറ്റ് വർക്കിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 12 ഡബിൾ ക്രോഷ്യയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ആ മാജിക് റിംഗ് എന്ന് പറയുന്നത് ഒന്ന് ചെറുതാക്കണം. അതിൻ്റെ ആ അറ്റത്തെ ആ പോർഷൻ പിടിച്ച് ചെറുതായിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അത് ചെറുതായിട്ട് വരുന്ന കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ അത് യോജിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. അത് യോജിപ്പിക്കുക. അപ്പോൾ നമുക്കൊരു റൗണ്ട് കിട്ടും. അതാണ് അതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾക്ക് അതൊരു സിസേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഫ്ലവർ മേക്കിംഗ് ആണ്. അതിന് വേണ്ടി നമ്മൾ വൈറ്റ് യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് മുറിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ അടുത്ത പാർട്ട് 2 ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.